ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പായസമാണ് കേട്ടോ. പായസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെ ആയിരിക്കും. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീടുകളിൽ ഇപ്പോൾ നന്നായിട്ട് അവൈലബിൾ ആവുന്ന ഒരു സാധനമാണ് ചക്കയും ചക്കക്കുരു. ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയൊക്കെ സീസണാണ്. അപ്പോൾ നമ്മൾ ചക്കക്കുരു ഉപയോഗിച്ചിട്ടാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ചക്കക്കുരു ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് പാൽ പായസം ഉണ്ടാക്കാം, അതുപോലെ തന്നെ നമ്മുടെ ശർക്കര പായസം ഉണ്ടാക്കാം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ശർക്കര പായസമാണ്. തേങ്ങ കൊത്തൊക്കെ ചേർത്ത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ചക്കക്കുരു ഒന്ന് ഉടച്ചെടുത്തിട്ട് അങ്ങനെയാണ് പായസം ഉണ്ടാക്കുക. നിങ്ങൾക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ചക്കക്കുരു വേണ്ടാന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ചക്കക്കുരു ഒന്ന് ഉടച്ചെടുക്കുന്നുള്ളൂ, ആ രീതിയിലാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് എന്തായാലും ഒരു പായസമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് സാധനങ്ങളൊന്നും വാങ്ങിക്കാതെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു പായസം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 400 ഗ്രാം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് തേങ്ങയുടെ 1-ാം പാലും പിന്നെ 2-ാം പാലും 3-ാം പാലും ചേർത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലിൻ്റെ അളവ് ചേർക്കുമ്പോൾ പറയാട്ടോ എത്ര കപ്പാണ് ചേർക്കുന്നത് എന്നുള്ളത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 650 ഗ്രാം ശർക്കര 1 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 750 ഗ്രാം ശർക്കര വരെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം മധുരമുള്ള രീതിയിലാണ് പായസം ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യ്, ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, റൈസിൻസ്, കുറച്ച് തേങ്ങക്കൊത്ത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചക്കക്കുരു ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ചക്കക്കുരു നമുക്ക് കുക്കറിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ചക്കക്കുരുവിൻ്റെ ഈ ഒരു തൊലി ഒന്നും കളയണ്ട കേട്ടോ. നമ്മൾ ആ വൈറ്റ് സ്കിൻ ഉണ്ടല്ലോ ചക്കക്കുരുവിൻ്റെ, അത് മാത്രം മാറ്റിയാൽ മതി. ഈ ബ്രൗൺ കളറിലെ തൊലി നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ചക്കക്കുരു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ചക്കക്കുരുവിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർക്കാം കേട്ടോ. ചക്കക്കുരു കട്ട് ചെയ്തിട്ടിടണമെന്നൊന്നുമില്ല, നമുക്കിതുപോലെ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ചക്കക്കുരുവിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇതിനി ഒരു 4 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് 3-ാം പാലിൽ വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ 3-ാം പാലിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നേ ഉള്ളൂ. 3-ാം പാലിൽ വേവിച്ചെടുക്കാനും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ടേസ്റ്റ് കൂടുള്ളൂ പായസത്തിന്. 3-ാം പാലിൽ വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വരട്ടിയെടുക്കുമ്പോൾ പായസത്തിന് ടേസ്റ്റ് ആയിക്കോളും. അപ്പോൾ അത് കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാനിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർക്കാം. ചക്കക്കുരു ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. നിങ്ങൾക്ക് ചൂട് മാറിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം. ഇല്ലെങ്കിൽ ഒരു പൊട്ടറ്റോ മാഷറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കയ്യിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കുന്നേ ഉള്ളൂ, ഒരുപാട് ഉടച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ വെള്ളത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഉടച്ചെടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു കുറുകി വരും, വെള്ളം ഇപ്പോൾ തന്നെ വറ്റിക്കോളും. ഇത് ഉരുളിയിലാണ് നിങ്ങൾ പായസം ഉണ്ടാക്കുന്നതെങ്കിൽ കൂടുതൽ നന്നായിരിക്കും കേട്ടോ, ഉരുളിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ എൻ്റെ ഉരുളിയിൽ കൊള്ളാനും മാത്രം ഇല്ല, ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ, വലിയ ഉരുളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ വെള്ളം കുറുകി തുടങ്ങി. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്, ഹൈ ഫ്ലെയിമിലല്ല. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ വല്ലാതെ പേസ്റ്റായി പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് മിക്സിയിൽ അടിച്ചെടുക്കാത്തത് കേട്ടോ. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പായസം നല്ല കുറുകി കിട്ടും, പക്ഷേ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ മിക്സിയിൽ അടിക്കുക. മിക്സിയിൽ അടിക്കുമ്പോൾ ചൂട് നന്നായിട്ട് മാറിയിട്ട് അടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ മുഖത്തേക്കൊക്കെ തെറിക്കും, മുഖവും കയ്യും ഒക്കെ പൊള്ളും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വെള്ളം ചേർത്ത് തന്നെ അടിച്ചെടുക്കുക മിക്സിയിൽ അടിക്കുമ്പോൾ. ഞാൻ ഒന്നുകൂടി ഉടച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആക്കിയല്ല ഉടയ്ക്കുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാതെ കണ്ടോ, ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും മതി. നമുക്കിനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരപ്പാനിയിൽ കിടന്ന് നമ്മുടെ ചക്കക്കുരു ഒന്ന് നന്നായിട്ട് ശർക്കരപ്പാനിയൊക്കെ അബ്സോർബ് ചെയ്ത് വരണം. ശർക്കരപ്പാനി എപ്പോഴും ഒഴിക്കുമ്പോൾ നന്നായിട്ട് അരിച്ചൊഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള പായസങ്ങൾ ഉണ്ടാക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര നോക്കിയെടുക്കുക കേട്ടോ, വെളുത്ത ശർക്കര എടുക്കരുത്. വെളുത്ത ശർക്കര എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന് കളർ കുറവായിരിക്കും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ശർക്കര നമ്മുടെ ചക്കക്കുരുവിലേക്ക് പിടിക്കുന്ന അത്രയും വറ്റിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം കേട്ടോ, അപ്പോഴേ നന്നായിട്ട് ആ ചക്കക്കുരുവിലേക്ക് ശർക്കര പിടിച്ചു വരുള്ളൂ. ഒരു 5-8 മിനിറ്റ് എടുക്കും ഒന്ന് വറ്റി വരാനായിട്ട്.
അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി വറ്റിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇതാ നന്നായിട്ട് കുറുകി ചക്കക്കുരുവിലേക്കൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങയുടെ 2ാം പാലും 3ാം പാലും ചേർന്നതാണിത്. അപ്പോൾ ഞാൻ ഏലക്ക പൊടിച്ചെടുത്ത മിക്സിയുടെ ജാറുണ്ടല്ലോ, അത് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഏലക്കപ്പൊടിയും പഞ്ചസാരയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏലക്കപ്പൊടിയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ തേങ്ങാപ്പാലിൽ പിടിച്ചോളും. ഇനിയിപ്പോൾ ഈ 2ാം പാലും 3ാം പാലും ഒന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഒന്ന് ലൈറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും കുറുകി വരുമ്പോൾ ആ ഡാർക്ക് കളറായി വന്നോളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഈ ഒരു 2ാം പാലും 3ാം പാലും തിളച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കുന്നതുകൊണ്ട് വെള്ളത്തിൻ്റെ കണ്ടന്റ് ആയിരിക്കും ഇതിൽ കൂടുതലുണ്ടാവുക. അപ്പോൾ തിളച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 1ാം പാല് ചേർത്തിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. നിങ്ങൾക്ക് ചുക്കുപൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചുക്കുപൊടിയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചുക്കുപൊടി ചേർക്കാം ഇതിലേക്ക്. ഞാൻ ഏലക്കപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പായസം ഒന്നുകൂടി കുറുകി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കാം. ചുക്കുപൊടിയും ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കാം. ഞാനിപ്പോൾ ആദ്യം 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. ഈ ഏലക്കപ്പൊടി ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചു വരുന്നത് വരെ ഒരു 2 റൗണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനപ്പോൾ ഒരു 15 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടാണ് തേങ്ങയുടെ 2ാം പാലും 3ാം പാലും വറ്റി വന്നത്. ഇനി ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ, കൈ എടുക്കരുത്. ഈ തേങ്ങാപ്പാല് തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ ആയിട്ട് നന്നായിട്ടൊന്ന് ആവി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. തിളക്കരുത് ഇനി തേങ്ങാപ്പാല്, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇതിലേക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂണും കൂടി ഏലക്കപ്പൊടി ചേർക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ഏലക്കപ്പൊടി ചേർക്കുമ്പോൾ ആ ഏലക്കയുടെ ഫ്ലേവർ നന്നായിട്ട് നമ്മുടെ പായസത്തിൽ നിൽക്കും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരുന്നിട്ട് വേണം കേട്ടോ നമ്മൾ ഏലക്കപ്പൊടി വീണ്ടും ചേർക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ തിളക്കരുതല്ലോ, തിളയ്ക്കുന്നതിന് മുൻപേ നമ്മൾ വീണ്ടും ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6-7 ഏലക്കയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഏലക്കയുടെ ഫ്ലേവർ എത്രത്തോളം താല്പര്യമുണ്ടെന്നുള്ളതനുസരിച്ച് പൊടിച്ച് ചേർക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും തേങ്ങാക്കൊത്തും എല്ലാം ഫ്രൈ ചെയ്ത് ചേർക്കാം. അതിനായിട്ട് വേറൊരു പാൻ വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് നെയ്യ് കൂടുതൽ ചേർക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ആദ്യം ചേർക്കുക. തേങ്ങാക്കൊത്ത് എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കാഷ്യൂനട്ട് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ തന്നെ നമ്മൾ കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കാഷ്യൂനട്ട് ഓവർ കുക്ക് ആവുകയും ചെയ്യും, തേങ്ങാക്കൊത്ത് കറക്റ്റായിട്ട് കുക്കായി വരികയും ചെയ്യില്ല. അതുകൊണ്ട് ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് കാഷ്യൂനട്ട് ചേർക്കാം. കാഷ്യൂനട്ടിൻ്റെ അളവും നമ്മുടെ ഇഷ്ടത്തിനാണ്, റൈസിൻസിൻ്റെ അളവും നമ്മുടെ ഇഷ്ടത്തിനാണ്. അതിനൊന്നും പ്രത്യേകിച്ച് ഞാൻ അളവ് പറയുന്നില്ല. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്ത് എടുത്തിരിക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കാം. ഇതിൽ കുറവ് മതിയെന്നുണ്ടെങ്കിൽ കുറവ് ചേർക്കാം കേട്ടോ. പിന്നെ പായസത്തിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല എന്ന് പലരും ചോദിക്കാറുണ്ട്. ഞാൻ പായസം ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കാറില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പായസത്തിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് ചെറുതായിട്ട് മുന്നിൽ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കാതെ പായസം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഉപ്പ് ചേർക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങി. ഇതിലേക്ക് നമുക്കിനി കാഷ്യൂനട്ട് ചേർക്കാം. തേങ്ങക്കൊത്ത് ഒരുപാട് ഫ്രൈ ആയി പോകണ്ട കേട്ടോ, ബ്രൗൺ കളറൊന്നും ആയി പോകണ്ട. അതിന് മുന്നേ തന്നെ ആയിട്ട് നമുക്ക് റൈസിൻസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂനട്ടും കളർ മാറുന്നതിന് മുന്നേ തന്നെ റൈസിൻസ് ചേർത്തിട്ടുണ്ടെങ്കിൽ റൈസിൻസ് കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടും. ആ റൈസിൻസ് ബബിളായി വരുമ്പോൾ തന്നെ നമുക്ക് കാഷ്യൂനട്ടൊക്കെ കറക്റ്റായിട്ട് കുക്കായി കിട്ടും. ഇപ്പോൾ ഞാൻ റൈസിൻസും ചേർത്തിട്ടുണ്ട്. പിന്നെ റൈസിൻസ് ഒന്ന് വീർത്ത് വരട്ടെ. കുറച്ച് നെയ്യൊക്കെ വേണം കേട്ടോ, അപ്പോഴേ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പായസത്തിൻ്റെ ടേസ്റ്റ് കറക്റ്റ് ആവില്ല.
അപ്പോൾ നമ്മുടെ കാഷ്നട്ട് കണ്ടോ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്, റൈസിൻസ് ബബിളായി തുടങ്ങുന്നുണ്ട്, തേങ്ങക്കൊത്തിൻ്റെയും കളർ മാറി വരുന്നുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആയി വരുന്നുണ്ട്. നമ്മളിപ്പോൾ പായസത്തിൽ ഉപ്പ് ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയുടെ 1-ാം പാല് ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുഴുവൻ ചേർക്കുന്നില്ല കേട്ടോ, ഈ നെയ്യോട് കൂടി ചേർക്കുക. ഞാൻ കുറച്ച് നമ്മുടെ ലാസ്റ്റ് ഗാർണിഷിങ്ങിനായിട്ട് വെക്കുന്നുണ്ട്. ആ നെയ്യും കൂടി ചേർത്താലാണ് നമ്മുടെ പായസം പെർഫെക്റ്റ് ആവുക. ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിനി ചൂട് മാറി വരുമ്പോൾ ഒന്നുകൂടി കുറുകി വരും കേട്ടോ പായസം. ഇപ്പോൾ നല്ല ചൂടുണ്ട് പായസത്തിന്. അപ്പോൾ ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ കുറുകി വരും. അതുപോലെ തന്നെ പായസം ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂട് മാറിയിട്ട്, ചെറുതായിട്ടൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇളം ചൂടിൽ കഴിക്കാണ് ടേസ്റ്റ്. അപ്പോഴാണ് പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുക. അപ്പോൾ നിങ്ങളെല്ലാവരും ചക്കക്കുരു ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ചക്കക്കുരു കയ്യിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ പായസം ഉണ്ടാക്കി കഴിച്ചോളൂ. അല്ലെങ്കിൽ ചക്കക്കുരു വാങ്ങിച്ചിട്ട് ഒരു 1/2 കിലോ ചക്കക്കുരു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് പായസം കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനോ മറന്നു പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ കുക്കിംഗ് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായി, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.